കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിന്റെ നാമമല്ലാതെ. യേശു സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം ലഭിച്ചതാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടക്കപ്പെടുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. യേശു സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവമാണ്. യേശുവിൽ കൂടി മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടി അല്ലാതെ ആരും എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്തത്തില്ല. ആ സ്വർഗത്തിലെ പിതാവിന്റെ ഭവനത്തിൽ പോകുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിൽ കൂടി അല്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകുവാൻ സാധിക്കത്തില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുവാനുള്ള ഏക വഴി യേശുവാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ മഹാദൈവമായിരുന്നു. ആ സ്വർഗീയ ദൈവം മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരകനായി ദൈവം സൃഷ്ടിച്ച തന്റെ സ്വരൂപത്തിൽ തന്റെ ഛായയിൽ സൃഷ്ടിച്ച പൊടിയിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കി, ജീവശ്വാസം ഊതി ഏതെല്ലാം ഒരു തോട്ടമുണ്ടാക്കി ആ തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ആക്കി വെച്ച ഈ മനുഷ്യൻ പാപം ചെയ്തതിന് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് മഹാദൈവം, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ദൈവം, എല്ലാ നാമത്തിനും മേലായ നാമം ലഭിച്ച ദൈവം, സ്വർലോകരുടെയും ഭൂലോകരുടെ അധോലോകരുടെയും മുഴങ്കാലിൽ മടക്കപ്പെടുന്ന ഏകനാമ യേശുവാണ്. ആ മഹാദൈവം സ്വർഗീയ സിംഹാസനം വെടിഞ്ഞുകൊണ്ട് പാപം ചെയ്ത മനുഷ്യന്, ആദ്യ മനുഷ്യൻ അനുസരണക്കേട് മുഖാന്തരം തിന്നരുതെന്ന് പറഞ്ഞ ഫലം പറിച്ചു തിന്നു, അതുകൊണ്ട് പാപിയായി തീർന്നു. ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവന്റെ ആത്മാവ് മരിച്ചുപോയി. ആ മരിച്ച് നിത്യനരകത്തിന് അർഹനായി തീർന്ന മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ മഹിമകുടങ്ങൾ വെടിഞ്ഞുകൊണ്ട് മഹാദൈവം ആ സ്വർഗീയ സിംഹാസനം വെടിഞ്ഞുകൊണ്ട് ഈ താണലോകത്തിലോട്ട് ഇറങ്ങി വന്നു. എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യന് പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പേ മൂന്നാണികളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ യേശു ക്രിസ്തുവാണ് വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. മനുഷ്യൻ ചെയ്ത പാപത്തിന് വേണ്ടി ആ സ്വർഗത്തിലെ മഹാദൈവം, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന യേശു ക്രിസ്തു ഒരു കന്യകയായ സ്ത്രീയിൽ കൂടി ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മറിയം ഗർഭം ധരിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി എന്റെ പാപത്തിന് വേണ്ടി സകല മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് താൻ 3 നാളുകളാൽ ക്രൂശിക്കപ്പെട്ടവനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ആ യേശു ക്രിസ്തു വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. യേശു വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. ആരെ കൊണ്ടുപോകാൻ വേണ്ടിയാ വരാൻ വേണ്ടി പോകുന്നത്? ക്രിസ്തുവിൽ മരിച്ച ഒരാളെ കൊണ്ടുപോകാനാ വരാൻ വേണ്ടി പോകുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന യേശുവിനെ എതിരേൽപ്പാൻ അവരോടുകൂടി രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പൊ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. ക്രിസ്തുവിൽ എങ്ങനെയാ മരിക്കുന്നത്? ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് അങ്ങനെയുള്ള ഒരാളാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു വരുവാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ജനിക്കണം. ഒരാളെങ്ങനെ ക്രിസ്തുവിൽ ജനിക്കുന്നു? അതായത് ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് 3 നാളുകളാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്നും ആ യേശു ക്രിസ്തു
വീണ്ടും വരുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേൽക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ജനിക്കുകയാണ്. പരിശുദ്ധാത്മാവിലും സത്യത്തിലുമുള്ള ദൈവിക ആരാധനയ്ക്ക് പോകുമ്പോൾ വിശുദ്ധിയിലും വേർപാടിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് അങ്ങനെയുള്ള ഒരാൾ മരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൽ മരിക്കണം, ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കും. കുടുംബ രക്ഷ പ്രാപിക്കണമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കണം. ആ യേശുവിൽ വിശ്വസിക്കണം. എങ്കിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ രക്ഷ പ്രാപിപ്പാൻ ഇടവരും. മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിന്റെ നാമം അല്ലാതെ. യേശുവിന്റെ നാമത്തിലാണ് രക്ഷ, യേശുവിന്റെ നാമത്തിലാണ് രോഗസൗഖ്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പാപത്തിന് മോചനം ലഭിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാപത്തിന് മുക്തി ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണമോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. രക്ഷ എന്ന് വെച്ചാൽ ശിക്ഷ എന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മോചനം, ശാപത്തിൽ നിന്നുള്ള മുക്തി, രോഗസൗഖ്യം, വിടുതൽ, ഭദ്രത, സൂക്ഷ്മ വീണ്ടെടുപ്പതിനെല്ലാം രക്ഷ എന്ന് പറയും.